വിനീത് കുമാറിന്റെ ആരാ നിങ്ങള്? ചേച്ചിയാ സാറ്. പേരെന്താ? രാധാമണി. വിനീത് കുമാറിന്റെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും മാർക്ക് ലിസ്റ്റാ. കഴിഞ്ഞ മോഡൽ എക്സാമിന്റെ വരെ ഉണ്ട്. കോളേജിൽ നിന്ന് പ്രിൻസിപ്പലിന്റെ മെയിലുണ്ടായിരുന്നു. എക്സാമിന് മാത്രം പറഞ്ഞു വിട്ട് എക്സാം കഴിയുമ്പോൾ അവരുടെ വണ്ടി തന്നെ തിരിച്ചയക്കാമെന്ന്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ജ്വല്ലറി ആയിട്ട് എന്താ പ്രശ്നം? ഒന്ന് വിശദമായിട്ട് പറഞ്ഞേ. തോറ്റാനും ജയിക്കാനൊരു ടൈം വേണ്ടേ? ആ ഹരിയായിട്ട് നിങ്ങോട്ട് വിളിച്ചേ. സാറേ, എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം തരുമോ? സാറേ, എൻ്റെ ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവധിക്ക് വന്നപ്പോൾ ഞങ്ങൾ മൂക്കൊരു മാല മേടിച്ചായിരുന്നു. അനീഷിനെ എനിക്ക് പരിചയമുള്ളതുകൊണ്ടാണ് അങ്ങനെ മേടിച്ചത്. അപ്പോൾ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം വന്നു. അപ്പം ഞങ്ങൾ കോപ്പറേറ്റീവ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരാണ് പറഞ്ഞത് 3.5 പൗണ്ട് മാലയിൽ ശരിക്കും 1.5 പൗണ്ട് സ്വർണ്ണം മതി. ബാക്കി ഞാൻ ജോലിക്ക് ചെന്നപ്പോൾ അവർ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കി തരാം. ഞാൻ വീട്ടിൽ പോയി കുറേ അപ്പോൾ അടുത്തൊരു സ്റ്റാഫ് എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ കൊടുത്തു. പിന്നെ മാനേജർ കൊണ്ട് ബില്ല് വയ്ക്കണേ. എനിക്ക് അവരുടെ ഇടയിൽ ഞാൻ കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞു. ആളുകൾക്ക് മനസ്സിലാവില്ല. അപ്പം എല്ലാവരും ഞാനിതൊക്കെ കള്ളിയിൽ പോയി തള്ളിപ്പോയി ഈ വിവരമൊക്കെ പറയാൻ വേണ്ടി ഞാൻ രാവിലെ വക്കീലെടുത്തിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറയണത് എൻ്റെ അമ്മയെ പോലീസ് വിളിച്ചുകൊണ്ടുപോയി ജോലിക്കാരൻ നല്ല കൊടുത്തിട്ട് നല്ല പിടിക്കാനായിട്ട് പഠിക്കണേ. അവന് പരീക്ഷ എഴുതാനും പറ്റിയില്ല. എനിക്ക് വൈകുന്നേരം ഇന്ന് എൻ്റെ മോളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണം സാറേ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സഹായിക്കണം. എനിക്ക് എന്ത് ചെയ്യണം സത്യമായിട്ടും അറിയാൻ പാടില്ല. അനീഷിനൊന്ന് വിളിച്ചേ. അല്ല, നമ്പർ ഒന്ന് എടുത്തേ. 9847072269. അനീഷല്ലേ? ഇത് സൗത്ത് പോലീസ് സ്റ്റേഷനാ. HR ജ്വല്ലറിയുടെ നമ്പർ ഒന്ന് പറഞ്ഞേ. താനേതാ? അനീഷ സാറ് വിളിപ്പിച്ചായിരുന്നു. എവിടെ ജോലി? ഇവിടെ രവിപുരത്ത് സാറേ. അക്ബർ ട്രാവൽസിന്റെ ഓഫീസിൽ. അക്ബർ ട്രാവൽസിന്റെ ഓഫീസിൽ രവിപുരത്ത്. അതിനു മുമ്പാ HRR ജ്വല്ലറിയിലായിരുന്നു. ഇതൊന്ന് നോക്കിയേ, അറിയുമെന്നോ? ഇത് കണ്ടിട്ടുണ്ടോ? ഉണ്ട് സാറേ. ഇത് ഇവരവിടുന്ന് വാങ്ങിയതാണോ? കഴിഞ്ഞ പ്രാവശ്യം ശ്രീകുമാരട്ടൻ ലീവിന് വന്നപ്പോൾ അവിടുന്ന് വാങ്ങിയതാ. അതാരാ ശ്രീകുമാർ? ചേച്ചിയുടെ ഹസ്ബൻഡാ സാറേ. എൻ്റെ ഹസ്ബൻഡ്. ഞാൻ നിർബന്ധിച്ചാ സാറേ അവരുടെ പർച്ചേസ് ചെയ്തത്. ഞാൻ തന്നെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് കൊടുത്തത് സാറേ. അപ്പൊ താനാണ് ഇവർക്ക് ഈ പണി വാങ്ങിച്ചു കൊടുത്തത് അല്ലേ? അല്ല സാറേ, നമ്മൾ സാർ. എടോ, ഈ സ്വർണ്ണം ഒന്ന് തൂക്കണമല്ല. ആര് പോവും? ജെയിംസിന് വിടാം സാർ. അത്യാവശ്യമാണ്. ആ മഹേഷ് ജ്വല്ലറി പോയാൽ മതി. താൻ എത്ര നാൾ ജ്വല്ലറിയിൽ ജോലിക്കുണ്ടായിരുന്നോ? ഞാൻ ഒരു 1.5 വർഷം ഉണ്ടായിരുന്നു സാറേ. ഡിസംബറിലാണ് ഇറങ്ങിയത്. അപ്പൊ തനിക്കറിയില്ലായിരുന്നോ അവന്മാരുടെ ഈ തരികട? അയ്യോ സാറേ, ഞാൻ ചേച്ചിയായിട്ട് എത്ര കാലത്തെ പരിചയം സാറേ. നമ്മളങ്ങനെയൊന്നും. ഇവന്റെ മൊഴി എടുക്ക്. സാർ, ആ ജ്വല്ലറിയുടെ നമ്പർ അതിലുണ്ട്. വാ.